കൊൽക്കത്തയിൽ നിയമവിദ്യാർത്ഥിനി പീഡനത്തിനിരയായ സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് കത്ത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ മദൻ മിത്ര, കല്യാൺ ബാനർജി എന്നിവർക്കെതിരെ നടപടിയെടുക്കണം. 50 ലക്ഷം രൂപ ഇരയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും പരാതിയിൽ ഉണ്ട്. വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഒരു പുതിയ നീക്കമാണ്. അതായത് പീഡനത്തിനിരയായ സംഭവത്തിൽ CBI അന്വേഷണം വേണം, ഒപ്പം തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയും വേണം. ചീഫ് ജസ്റ്റിസിന് കത്തയക്കുന്നു. കത്തിൽ മറ്റെന്തൊക്കെ? നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബംഗാളിൽ ഈ പെൺകുട്ടിക്കെതിരെ, ഈ നിയമവിദ്യാർത്ഥിനിക്കെതിരെ അതിക്രമം ഉണ്ടായി. അതിനുശേഷം പോലീസിന്റെ ഭാഗത്തുനിന്നും അവിടുത്തെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും കർശനമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് കണ്ടാണ് നിലവിൽ ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന് ഒരു കത്ത് അയച്ചിരിക്കുന്നത്. ഒരു അഭിഭാഷകൻ കൂടി ആയ വ്യക്തിയാണ് ഈ കത്ത് അയച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, കോടതി ഈ കാര്യത്തിൽ സ്വമേധയാ ഇടപെടണം, ഇതിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടണം, കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം ഈ പെൺകുട്ടിക്കും അതോടൊപ്പം കുടുംബത്തിനും സുരക്ഷ ഏർപ്പെടുത്തണം എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. 50 ലക്ഷം രൂപ ഈ അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുള്ള കാര്യവും ഇതോടൊപ്പം ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുകൂടി സംഭവിച്ചത്, BJP ഒരു പ്രത്യേക പ്രതിനിധി സംഘത്തെ ഇവിടേക്ക് അയച്ചിരുന്നു ഈ പെൺകുട്ടിയെയും കുടുംബാംഗങ്ങളെയും കാണാൻ. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ അതിന്, മമതാ ബാനർജി സർക്കാർ അതിന് അനുമതി നൽകിയിട്ടില്ല. ഈ പെൺകുട്ടിയെ കാണാനോ അവരുമായി സംസാരിക്കാനോ അനുവദിച്ചിട്ടില്ല. മീനാക്ഷി ലേഖിയുടെയും ബിപ്ലബ് കുമാർ ദേവിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടേക്ക് പോയത്. പക്ഷേ അവരെ കാണാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെ ആ സ്ഥലം സന്ദർശിക്കുന്നതിനും അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ശരി. കൊൽക്കത്തയിൽ നിയമവിദ്യാർത്ഥിനി പീഡനത്തിനിരയായ സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് കത്ത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ ക്കെതിരെ നടപടിയെടുക്കണം, 50 ലക്ഷം രൂപ ഇരയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്നിവ പരാതിയിൽ പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്.